കേരള PSCയുടെ 10ാം ക്ലാസ് യോഗ്യതയുള്ളവരുടെ IAS എന്നറിയപ്പെടുന്ന LDC പരീക്ഷ 2024 ജൂലൈയിൽ ആരംഭിക്കുകയാണല്ലോ. പരീക്ഷയ്ക്കായി എങ്ങനെ തയ്യാറെടുക്കണമെന്ന് നോക്കാം. ആദ്യമായി പരീക്ഷാ രീതിയും സിലബസും മനസ്സിലാക്കി റാങ്ക് മേക്കിംഗ് ആയ വിഷയങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ആഴത്തിൽ പഠിച്ചു തുടങ്ങുക. മത്സര പരീക്ഷകളിൽ ആനുകാലിക വിഷയങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ദേശീയ, അന്തർദേശീയ, സംസ്ഥാന അധിഷ്ഠിത ആനുകാലിക വിഷയങ്ങളെപ്പറ്റി ഉദ്യോഗാർത്ഥികൾ വിശദമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിനായി പത്രങ്ങൾ വായിക്കുക. കൂടാതെ അതിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അതിന്റെ കണക്റ്റഡ് പോയിന്റ്സ് കൂടെ ഉൾപ്പെടുത്തി പഠിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇവയ്ക്ക് മൂന്നിനും കൂടെ 30 മാർക്കാണ് ലഭിക്കുന്നത്. ഈ 3 വിഷയങ്ങൾ ടോപ്പിക് വൈസ് പഠിച്ചാൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായി സാധിക്കും. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തതായി GK പാർട്ടാണ്. ഇതിൽ സയൻസ് വിഷയങ്ങൾക്കെല്ലാം കൂടി 12 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ബയോളജിക്ക് മാത്രം 6 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. ബയോളജിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി സയൻസ് വിഷയങ്ങൾ പഠിക്കുക. അടുത്തതായി പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ തന്നെ നിയമങ്ങളും അഡ്മിനിസ്ട്രേഷനും കൂടെ പഠിച്ചാൽ നല്ലൊരു മാർക്ക് നമുക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാനായി സാധിക്കും. അടുത്ത വിഷയം എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ വളരെ കുറഞ്ഞ ടോപ്പിക്കുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇത് ടോപ്പിക് വൈസ് പഠിച്ചാൽ തീർച്ചയായും നമുക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT പാഠപുസ്തകങ്ങൾ വ്യക്തമായി പഠിക്കുകയും അവയിൽ നിന്ന് മാക്സിമം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക. PSC 2018 ശേഷം നടത്തിയ മെയിൻ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിശകലനം ചെയ്യുക എന്നതാണ് അടുത്തത്. ഓരോ ക്വസ്റ്റ്യന്റെയും ഓപ്ഷനുകൾ അടക്കം വിശദമായി പഠിക്കുക. ഓരോ വിഷയത്തെയും അടിസ്ഥാനമാക്കി മോക്ക് ടെസ്റ്റുകൾ പരിശീലിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിൽ എക്സാം എഴുതി പരിശീലിക്കുക. തെറ്റിയ ചോദ്യങ്ങൾ ആവർത്തിച്ച് പഠിക്കുക. കുറെ അധികം ക്ലാസിഫിക്കേഷൻസ് വരുന്ന കാര്യങ്ങൾ ഒരു ഫ്ലോ ചാർട്ട് ആക്കി വരച്ച് പഠിക്കുകയും ചെയ്യുക. ഈ രീതിയിൽ പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കും ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താം. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചാനലിൽ വരുന്നതായിരിക്കും. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.